എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സ്നേഹിക്കുന്നത് ഒരു റൈറ്റ് പേഴ്സണെ ആണോ അതല്ലെങ്കിൽ ഒരു റോങ് പേഴ്സണെ ആണോ എന്നുള്ളത്. റോങ് പേഴ്സൺ എന്നുള്ളതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവരുടെ സ്വഭാവം വളരെ മോശമാണെന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഇമോഷണലി നമ്മൾക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരിക്കുക, അതല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഓരോരോ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക, റിലേഷൻഷിപ്പിൽ റെഡ് ഫ്ലാഗ്സ് കുറേ കണ്ടുകൊണ്ടിരിക്കുക, ഇതൊക്കെയാണ്. അതല്ലാതെ അവരുടെ സ്വഭാവത്തെ ഒന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഒരു റോങ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ റിലേഷൻഷിപ്പിൽ സമാധാനം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ആൻസൈറ്റി ആണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് സ്നേഹമുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ടും സ്നേഹമുണ്ട്, അവർക്ക് ഇങ്ങോട്ടും സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷേ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് പേടി, അതേപോലെ തന്നെ ഇപ്പോൾ അതായത് അവർ നഷ്ടമാകുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ചിന്തകൾ വരിക, അവരെന്നെ വിട്ടിട്ട് പോകുമോ, ഞാൻ ഓക്കെ ആവില്ലേ, എന്നിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലേ, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് റിപ്ലൈ വൈകുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരിക. ഈ ചിന്തകൾ സ്വാഭാവികമായിട്ടും പലർക്കും വരുന്നത് തന്നെയാണ്. പക്ഷേ ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് എപ്പോഴും വരില്ല എന്നുള്ളതാണ്, എപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണെങ്കിൽ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷെ എപ്പോഴും നമുക്ക് ഈ ചിന്തകൾ വരുന്നുണ്ട്, ആ റിലേഷൻഷിപ്പ് ഫുൾ ഇൻസെക്യൂരിറ്റി ഫീലാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് സെക്യൂർ ആയതുപോലെ ഹാപ്പി ആയതുപോലെ എപ്പോഴും ഇരിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ടെൻഷനും കൺഫ്യൂഷനും ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു റോങ് പേഴ്സൺ ആവാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ വളരെ ചെറുതായിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫീലിങ്സിനെ അത്ര വലിയ കാര്യമാക്കാതെ നിസ്സാരമായി കളയുന്നു. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഹേർട്ട് ചെയ്തൊരു കാര്യം അവരടുത്ത് ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളടുത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനാ ഇങ്ങനെ ഓവർ ആക്ട് ചെയ്യുന്നത്, അതായത് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു നാടകീയമായ രീതിയിൽ എന്തിനാണ് നീ ഇങ്ങനെ ആക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അതേപോലെ ഇത് വളരെ ചെറിയൊരു കാര്യമല്ലേ, ഇതിനെന്തിനാ വലിയൊരു ഇഷ്യമാക്കി മാറ്റുന്നത്, ഇത് വിട്ട് കളഞ്ഞാൽ പോരെ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളോട് അവർ സംസാരിക്കുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യമായിരിക്കാം, ഇമോഷണലി നിങ്ങൾ വളരെയധികം ടച്ച് ചെയ്തിട്ടുള്ള, വളരെയധികം സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അവരതിനെ നിസ്സാരമായിട്ട് കാണും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സിനെ വാല്യൂ തരാത്ത ഒരു പേഴ്സൺ ആണ് അവർ എന്നുള്ളതാണ്. ഇതും അവരുടെ സ്വഭാവ ദൂഷ്യം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങളെ മനസ്സിലാക്കാത്തൊരു പേഴ്സൺ ആണ് അവരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് യോജിച്ചൊരു പേഴ്സണെ അല്ല നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഒരു സൈന് തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ സെൽഫ് നഷ്ടമാകുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥ. ഈ റിലേഷൻഷിപ്പിൽ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നുണ്ടാവും. നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് എപ്പോഴും അവരുടെ അടുത്ത് ഇതൊന്ന് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്ന, അതായത് അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു രീതി പോലെയായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുക, അവർ നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക, അതായത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ഉള്ളത് ശരിക്കും ഒരു റിലേഷൻഷിപ്പ് അല്ല, നേരെ മറിച്ച് ഫിയർ ബേസ്ഡ് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫിയർ ബേസ്ഡ് അറ്റാച്ച്മെന്റ് ആണ്. അതായത് അവർ നഷ്ടമാകുമോ എന്ന് പേടിയുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മളൊരു റോങ് പേഴ്സണെ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ വരില്ല എന്നുള്ളതാണ്. നമുക്ക് അവരെ നഷ്ടമാകുമോ എന്നുള്ള പേടി ഉണ്ടാവില്ല. ഇത് ചെറിയ രീതിയിൽ നമ്മൾ എല്ലാവരെയും ബാധിക്കാം. അതായത് നമ്മൾ ഏത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അവർ നഷ്ടമാകുമോ, നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള തോന്നൽ ഉണ്ടാവാം. പക്ഷേ അത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇതൊരിക്കലും ഒരു റൈറ്റ് പേഴ്സൺ ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസ്പെക്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല, ഉണ്ടാവുക കെമിസ്ട്രി മാത്രമായിരിക്കും. അതായത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനും ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്കിടയിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെന്റ്, അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കില്ല, പിന്നെ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, റെസ്പെക്ട് ഉണ്ടാവില്ല, ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ശരിയാണ്, നിങ്ങൾക്ക് സ്പാർക്ക് ഫീൽ ചെയ്യാറുണ്ട് അവരോട് സംസാരിക്കുമ്പോൾ, നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്, പക്ഷേ ഒരു ഡീപ്പ് ലവ് അല്ല ഇത്. കാരണം ഇവിടെ നമുക്കൊരു കമ്മിറ്റ്മെന്റിൽ പോലും ക്ലാരിറ്റി ഇല്ല. ഇവർ തന്നെയാണോ നമ്മൾ വിവാഹം കഴിക്കുക എന്നുള്ളത് നമുക്ക് യാതൊരു ഉറപ്പില്ല. അവർ നിങ്ങളുടെ അടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ബഹുമാനത്തോടു കൂടിയുള്ള സംസാരം അവരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള റെസ്പെക്ട് ഒന്നും അവർ തരുന്നുണ്ടാവില്ല. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കുകയും അതുപോലെ സംസാരിക്കാൻ തയ്യാറാവുക, അതേപോലെ തന്നെ എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ നിങ്ങളോട് പെരുമാറുക, എങ്ങനെയൊന്നും ആവില്ല. ഇവരുടെ സ്വഭാവത്തിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം ഭയങ്കര സ്നേഹമാണെങ്കിൽ പിറ്റേ ദിവസം വളരെ മോശമായ രീതിയിലായിരിക്കും നിങ്ങളോട് പെരുമാറുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കാണുന്നുണ്ടെങ്കിൽ, അതായത് റെസ്പെക്റ്റ് ഇല്ല ബട്ട്
കെമിസ്ട്രി നല്ല രീതിയിലുണ്ട്, നിങ്ങൾക്ക് വളരെയധികം അട്രാക്ഷൻ അവരോട് ഫീൽ ചെയ്യുന്നുണ്ട്, എന്നാലും റെസ്പെക്റ്റോ കമ്മിറ്റ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ഒരിക്കലും ഒരു നല്ല റിലേഷൻഷിപ്പോ അതല്ലെങ്കിൽ ഒരു റൈറ്റ് പേഴ്സണോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബൗണ്ടറി അവർ റിപ്പീറ്റഡ്ലി ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കും, നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ്, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബൗണ്ടറി എന്തായാലും ഉള്ളൊരു കാര്യമാണ്. പക്ഷെ അവരത് ആ ഒരു ബൗണ്ടറി കണ്ടില്ല എന്നടിക്കുക എന്നുള്ളത്. ഇപ്പം നിങ്ങളെടുത്ത് അവർ എന്തെങ്കിലും ഒരു രീതിയിൽ പെരുമാറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നോ എന്ന് പറയുമ്പോൾ അവരത് മനസ്സിലാക്കുന്നില്ല. നോ എന്ന് പറയുന്നത് അതാണ് അവർ ഇഗ്നോർ ചെയ്യുന്നത്. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടുകളയും, എന്നിട്ട് അവർ അതേപോലെ തന്നെ വീണ്ടും പെരുമാറാൻ ശ്രമിക്കും. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ നോ എന്ന വേർഡിന് വളരെയധികം വാല്യൂ ഉണ്ടാവും. അതേപോലെ തന്നെ വാല്യൂ ഉള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ കംഫർട്ടബിൾ ആണോ എന്നുള്ളതാണ്. അത് ഹെൽത്തി റിലേഷൻഷിപ്പിലെ പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കംഫർട്ടബിൾ ആണോ എന്നുള്ളതിനും വാല്യൂ ഇല്ല, നിങ്ങൾ പറയുന്ന നോ എന്ന വേർഡിനും വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങൾ എത്രത്തോളം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവർ മനസ്സിലാക്കില്ല. ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വരികയും അതല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ തീരുമാനമെടുക്കാനായിട്ട് അവർ മുൻകൈ എടുക്കും. അവിടെ അവർ ആ ബൗണ്ടറി എന്ന് പറയുന്ന കാര്യത്തെ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ബൗണ്ടറി മനസ്സിലാക്കാതെ, ബൗണ്ടറി എന്നുള്ളതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമൊന്നും കൊടുക്കാതെ നിങ്ങളോട് അവർ പെരുമാറുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ മനസ്സിലാക്കുക അതൊരു റോങ് പേഴ്സൺ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ തിരിച്ചറിയുക നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഒരു റൈറ്റ് പേഴ്സൻ്റെ കൂടെയാണോ റോങ് പേഴ്സൻ്റെ കൂടെയാണോ എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ ഒറ്റൊരാളെ മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അതായത് ഇപ്പം നിങ്ങളൊരു ലവ് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരാളെ തന്നെ പ്രണയിക്കണം, ഒരാളെ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ളത് നമ്മളായിട്ട് തീരുമാനിക്കുന്ന കാര്യമാണ്. ആ ഒരാൾ തെറ്റായ ഒരു പേഴ്സൺ ആണ്, അവരല്ല നിങ്ങളുടെ ലൈഫിന് വേണ്ടത് എന്ന് തോന്നലുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ അവസാനിപ്പിക്കാനും പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം മറ്റൊരാളോട് ഒരു ഇഷ്ടം തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് റൈറ്റ് പേഴ്സൺ ആണോ എന്ന് നോക്കിയിട്ട് ആ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറാവാം. അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ചിലർക്ക് അങ്ങനെയുള്ളൊരു ചിന്താഗതിയുണ്ട്, ഒരാളെ സ്നേഹിച്ചിട്ട് പിന്നെ അവരെ ബ്രേക്കപ്പ് ആക്കുന്നത് തെറ്റാണെന്നുള്ളതൊക്കെ. അങ്ങനെയല്ല, നിങ്ങൾക്ക് ചേരുന്ന നിങ്ങളുടെ മനസ്സിന്, അതായത് ഇവരെ മതി, ഇവരാണ് ഓക്കെ ആവുന്നത് എന്ന് തോന്നുന്ന, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, കംഫർട്ടബിൾ ആയിരിക്കും എന്ന് ഉറപ്പുള്ള ആ ഒരു പേഴ്സണെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരാളെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരൊരു റോങ് പേഴ്സൺ തന്നെയാണ്. ആ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ഹെൽത്തി ആൻഡ് ഹാപ്പി ആവില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, സൊല്യൂഷൻ നിങ്ങൾക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, എന്ത് ചെയ്യണം എന്നുള്ളത് അറിയുന്നില്ല എന്നൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്